ശബരിമലയിൽ CPIM മനഃപൂർവ്വം യുവതികളെ കയറ്റിയെന്ന് BJP നേതാവ് PS ശ്രീധരൻപിള്ള 24-നോട്. ഹീനമായ പ്രവൃത്തിയാണ് ഒന്നാം പിണറായി സർക്കാർ ചെയ്തത്. ശബരിമലയെ തകർക്കാൻ CPIM എക്കാലത്തും ശ്രമിച്ചു. യുവതീ പ്രവേശന വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്നും PS ശ്രീധരൻപിള്ള 24-നോട് പറഞ്ഞു. അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാറാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. വലിയ തലത്തിൽ അത് ചർച്ചയായപ്പെട്ടു. അതിൽ ചില പരാമർശങ്ങളൊക്കെ തന്നെയും വിവാദമാവുകയും ചെയ്തു. അദ്ദേഹത്തോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. അങ്ങയുടെ പുസ്തകത്തിൽ വലിയ തരത്തിൽ വിവാദപരമായ ഒരു പരാമർശമുണ്ടായി. അപ്പോൾ ആ പരാമർശം എന്ന് പറയുന്നത് ആചാരലംഘനം ഉണ്ടായാൽ നട അടച്ചിടാനും ശുദ്ധികലശം നടത്താനും തന്ത്രിയോട് അങ്ങ് പറഞ്ഞു എന്നാണ് പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. എന്താണ് ശരിക്കും അതിൻ്റെ ഒരു ഉള്ളടക്കം? അന്ന് രഹ്ന ഫാത്തിമയും ഈ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ നിയമലംഘനമായിരുന്നു അവരെ കൊണ്ടുപോയത്. കാരണം പോലീസ് യൂണിഫോം അണിയിച്ച്, നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് പോലീസ് യൂണിഫോം ഡ്യൂട്ടി സമയത്ത് പോലീസ് ഉപയോഗിക്കുന്നതല്ലാതെ മറ്റാരും ഉപയോഗിച്ചാലും അത് ക്രൈമാണ്. 18-ാം പടി സീൽ ചെയ്തു എന്ന് പറഞ്ഞാൽ പോലീസിനെ നിർത്തിയിട്ട് മറ്റാരെയും കടത്താത്ത അവസ്ഥയിൽ, മറ്റാർക്കും കടക്കാൻ അവകാശമില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു സാഹചര്യത്തിലാണ് ആ നിർണായകമായ നിമിഷത്തിൽ എന്നോട് ഒരു പ്രധാനപ്പെട്ട ആൾ വിളിച്ച്, ഒന്ന് തിരുമേനി, അപ്പോൾ തലേദിവസം ഞങ്ങൾ അടച്ചിടില്ല, സുപ്രീം കോർട്ടോട് ഓർഡർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആകണമെങ്കിൽ ശബരിമല തന്ത്രിയോട് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറയണം. ദാറ്റ് ഈസ് ഡയറക്ഷൻ. ഈ സീല് ചെയ്ത സാഹചര്യത്തിൽ ആർക്കും കടക്കാൻ പറ്റാത്തടത്ത് അവിടുത്തെ ക്ഷേത്രത്തിലെ പരികർമ്മികളും അദ്ദേഹം അടച്ചിടുകയും ചെയ്തു. അതോടുകൂടിയാണ് അന്നത്തെ സമരത്തെ, അത് 2018 ഒക്ടോബർ 19-ാം തീയതിയാണ്. മറ്റൊന്ന് അങ്ങ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇരുമുടിക്കെട്ടിൽ അടക്കം ഓറഞ്ചും മറ്റ് സംഭവങ്ങളുമാണ് എന്നാണ് അങ്ങ് പ്രധാനമായും പുസ്തകത്തിലും ഇപ്പോൾ അല്പം മുമ്പ് എന്നോടും പറയുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു പരാമർശം നടത്താനുള്ള കാരണം? പത്രങ്ങളിൽ വന്ന വാർത്ത അന്നുണ്ട്, എൻ്റെ കയ്യിലുണ്ടാ വാർത്ത. വാർത്തകളെ ഉദ്ധരിച്ചുകൊണ്ടാണോ? വാർത്തകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ്. ഞാൻ ഈ പത്രങ്ങളും എല്ലാം അന്നത്തെ എൻ്റെ ബുക്കിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.